ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലും നമ്മൾ ഇന്ന് പാലക്കാട് തൊട്ട് ഒരു എറണാകുളം വരെയുള്ള ഒരു ട്രിപ്പ് പോവുകയാണ്. വെക്കേഷൻ അല്ലേ, അപ്പോൾ ഞങ്ങളൊന്ന് അടിച്ചു കളിക്കാൻ വേണ്ടി ഒന്ന് ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് പോകുന്നതിൻ്റെ വിശേഷങ്ങളും അവിടെ നടക്കുന്ന സംഭവങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളോട് പകരാൻ, നിങ്ങളോട് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഞാൻ രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് തലേ ദിവസം തന്നെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തുകൊണ്ട് എനിക്ക് പാക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പിന്നെ കുറച്ച് ഉത്സാഹവും ഉണ്ടായിരുന്നു. റെഡി ആയതിന് ശേഷം ഈ ട്രിപ്പ് ഞാൻ ക്യാപ്ചർ ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ഈ വ്ളോഗ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഫാമിലിയും കസിൻസിൻ്റെയും ഒപ്പമാണ് പോകുന്നത്. ട്രാവലറിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ട്രാവലർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. പുറത്ത് പച്ചക്കാടുകളും മഞ്ഞ പൂക്കളും, മഞ്ഞയുണ്ട്, വയലറ്റ് ഉണ്ടായിരുന്നു, പിങ്ക് ഉണ്ടായിരുന്നു, റെഡ് ഉണ്ടായിരുന്നു, കുറേ പൂക്കളുള്ളൊരു ഗാർഡൻ, പിന്നെ മലകൾ, ചെറിയ ചായക്കടകളും, AC ഉള്ള ട്രാവലറായിരുന്നു. ഞാൻ ഈ ട്രാവലർ ഒരു 5 മണിക്കായിരുന്നു വന്നത്. വന്ന സമയത്ത് നല്ല ഇരുട്ടായിരുന്നു ആകാശം. ഇപ്പം അതൊക്കെ മാറി നല്ല വെളുപ്പായി, നല്ല വെളുത്ത ആകാശമായി. എറണാകുളത്ത് എത്തിയപ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല ക്രിസ്പിയും സ്പൈസിയായ ഒരു മസാല ദോശ, കൂടെ സാമ്പാറും ചട്നിയും ചമ്മന്തിയും കഴിച്ചു. അത് നല്ലൊരു കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വലിയ യാത്രയ്ക്കുള്ള പെർഫെക്റ്റ് മീലായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് ഞങ്ങൾ മെട്രോ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മെട്രോയിൽ കയറി. ആദ്യത്തെ മെട്രോ ട്രെയിൻ എക്സ്പീരിയൻസ് അതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അവിടെ ഇരുന്നിട്ട് സിറ്റിയിലെ കാഴ്ചകളൊക്കെ ഈ മെട്രോ ട്രെയിനിലിരുന്ന് കണ്ടിരുന്നു. മെട്രോ ട്രെയിൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല സ്പീഡ്, സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ ആ സ്പീഡ് അത്ര ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ പ്രതീക്ഷിച്ചു ഒരുപാട് സ്പീഡായിരിക്കുമെന്ന്, പക്ഷെ അത്ര സ്പീഡ് ഉണ്ടായിരുന്നില്ല. അത്ര മെട്രോ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നൃത്യരൂപം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെക്കാനൂടെ കുറേ ഡാൻസ് ഐറ്റംസ്, അതായത് ഫോർ എക്സാമ്പിൾ കഥകളി ഉണ്ടായിരുന്നു, മോഹിനിയാട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പേരൊന്നും ഓർമ്മയില്ല അത്ര, എന്നാലും ഒരുപാട് നൃത്തരൂപങ്ങൾ ഉള്ള ഒരു സ്ഥലം, ഒരു മ്യൂസിയം പോലെ ഒരു സ്ഥലം. അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു എല്ലാം. എന്നിട്ട് വിശന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ചെറിയ കടയിൽ പോയിട്ട് കിവിൻ്റെ ഒരു ചോക്ലേറ്റ് ഷേക്ക് വാങ്ങി. അപ്പോൾ ജ്യൂസെല്ലാം കുടിച്ചതിന് ശേഷം ഞങ്ങളൊരു വാട്ടർ മെട്രോയിലോട്ട് പോരാൻ പോവുകയാണ്. പിന്നെ ഇവിടുത്തെ സാധനങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ളതിന് വെച്ച് ഇരട്ടി വിലയായിരുന്നു കേട്ടോ. ഈ വാട്ടർ മെട്രോയും എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇതും നല്ല ഒരു എക്സൈറ്റ്മെൻറ്റോടെ തന്നെയായിരുന്നു ഞാൻ പോയത്. അപ്പോൾ കുറേ പേര് ഉണ്ടായിരുന്നു വണ്ടിയുള്ളിൽ. ഏകദേശം ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നിന്നിട്ടും ഇരുന്നിട്ടും ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇരുന്നിട്ടായിരുന്നു എല്ലാം കണ്ടത്. ഫാമിലിൻ്റെയും കസിൻസിൻ്റെയും കൂടെ പോകുന്ന ആ ഒരു ട്രിപ്പിൻ്റെ ഒരു വൈബ് അതെന്തൊക്കെ പറഞ്ഞാലും വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 10-15 മിനിറ്റെങ്കിലും മിനിമം ഈ ഒരു വാട്ടർ മെട്രോയിൽ തന്നെ ഇരുന്നിട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാനിപ്പോൾ സീറ്റ് കിട്ടിയിട്ടുള്ള ഒരു സൈഡ് വ്യൂ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഞാനപ്പോൾ കുറച്ച് നേരം എനിക്ക് ഇരുന്ന് മതിയായപ്പോൾ ഞാൻ ബാക്കോ ഫ്രണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ നേരെ. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ എനിക്ക് ആ സൈഡ് വ്യൂവിനെക്കാട്ടി നല്ല ബ്യൂട്ടിഫുള്ളായി തോന്നിയത് ആ ഒരു ബാക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ആണ്. നല്ല മനോഹരമായിരുന്നു. കാരണം അതുപോലെ ഈ സൈഡിൽ നിന്ന് ഒരു സൈഡ് മാത്രമേ കിട്ടത്തുള്ളൂ, ഈ ബാക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്. ഇവിടെ നിന്ന് ഈ രണ്ട് സൈഡും നേരെ പോകുന്നതും നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വിശന്നപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ബിരിയാണിയും കൂടെ അച്ചാറും സലാഡും കഴിച്ചു കേട്ടോ. അതെന്നാലും കുഴപ്പമില്ലാത്ത ടേസ്റ്റായിട്ട് ഞങ്ങളൊരു പെപ്സി കൂടി കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ഒരു പാലസിലോട്ട് പോയി. ഇതാണ് ഹിൽ പാലസ്. കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവിയില്ലേ, അത് ഈ കൊട്ടാരത്തിലാണ് ഷൂട്ട് ചെയ്തത്. 2 ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതാണ് മെയിൻ ലൊക്കേഷൻ. കേരളത്തിലെ കൊച്ചിയിലെ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാവസ്തു മ്യൂസിയവും കൊട്ടാരവുമാണ് ഹിൽ പാലസ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ്. കൊച്ചി മഹാരാജാവ് ഭരിച്ചിരുന്നപ്പോൾ, അത് കൊച്ചി മഹാരാജാവായിരുന്നു ഈ കൊട്ടാരം
ഭരിച്ചിരുന്നത്. 1865 നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. അപ്പോൾ നല്ല പഴക്കമുണ്ട്, നല്ല പഴക്കമുള്ള, അതുകൊണ്ടാണ് പുരാവസ്തു മ്യൂസിയം അല്ലെങ്കിൽ കൊട്ടാരം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പുരാവസ്തു മ്യൂസിയം, ഒരു പൈതൃക മ്യൂസിയം, ഒരു മാൻ പാർക്ക്, ഒരു ചരിത്രാതീത പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവ ഈ സ്ഥലത്തുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മാൻ പാർക്ക്. ഇവിടെ ഒരു 50-100 മാനെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വന്ന ട്രാവലറിൽ തന്നെ ഞങ്ങളുടെ റൂം ഇതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള റൂമാണ്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊന്ന് പോയിട്ട് ഫ്രഷ് ചെയ്തിട്ട് അവിടുത്തെ കർട്ടൺ ഉണ്ടായിരുന്നു, അത് തുറന്നു കൊടുത്തു. ഞാനില്ലേ നല്ല ഭംഗിയുണ്ടാക്കണം. കാരണം ഇവിടെ നിന്ന് നമ്മൾ മുകളിലാണ്, ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾക്ക് ആ ഒരു സിറ്റി, ആ ഒരു ജംഗ്ഷൻ മൊത്തം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് പോയിട്ട് ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ട് കഴിച്ചു. നല്ലൊരു കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ട് വീണ്ടും രാവിലെ എണിച്ച് കുളിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. അതായത് ആ ഭാഗത്ത് ചെയറും ബെഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് കുറച്ച് കാഴ്ചകൾ കണ്ടു. നല്ല രസമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലോട്ട് പോയി. അമ്പലത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്തില്ല. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ കണ്ടൊരു ചെറിയൊരു കടയിൽ നിന്ന് പൂരി കഴിച്ചു. പൂരിൻ്റെ കൂടെ ചട്നി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കുറുമ അതും കൂടി ഉണ്ടായിരുന്നു. അതുകൂടി കഴിച്ചു. അതും എന്തോ ഒരു ആവറേജ് ആയിരുന്നു, കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു, കഴിക്കാനൊക്കെ പറ്റും. എന്നിട്ട് ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് ബൈ ബൈ പറഞ്ഞു. വീണ്ടും ട്രാവലറിൽ കയറി ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ മറീൻ ഡ്രൈവിലോട്ട് പോയിട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്രദേശം. അവിടുത്തെ കാറ്റ് കൊള്ളാൻ തന്നെ എന്ത് രസമായിരുന്നു എന്നറിയോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത് എല്ലാം. എന്നിട്ട് മറീൻ ഡ്രൈവിൽ ഒരു 10-15 മിനിറ്റ് നിന്നിട്ട് ഞാൻ വീണ്ടും വണ്ടി കയറിയിട്ട് ഞങ്ങൾ ജങ്കാറിൽ, അല്ലെങ്കിൽ ജങ്കാർ എന്നാ പറയുന്നത്, ജങ്കാറിലോട്ട് പോകാൻ പോവാണ്. വിചാരിക്കുന്നുണ്ടാവും എന്താണ് ജങ്കാർ എന്നത്. ഈ ജങ്കാർ എന്നത് കേരളത്തിൽ, പ്രത്യേകിച്ച് കൊച്ചിയിൽ ഉപയോഗിക്കുന്ന ഒരു തരം ബോട്ട് സർവീസാണ്. ആളുകളെയും വാഹനങ്ങളെയും ചരക്കുകളെയും ഒക്കെ എടുത്ത് ഒരു ഭാഗത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാനാണ് ഇത് ഉപയോഗിക്കാറ്. പിന്നെ ഇവിടുത്തെ ജലാംശ കാഴ്ചകൾ, ഈ കടലിലുള്ള കാഴ്ചകൾ കാണാനും ആസ്വദിക്കാൻ എത്ര മനോഹരമായ കാഴ്ചയാണ്. ഇതിനും നമ്മൾക്ക് ഈ ജങ്കാർ സഹായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ജങ്കാറിലെ കാഴ്ചകളും അവിടെയുള്ള ബോട്ടും ഷിപ്പും എല്ലാം കണ്ട് അങ്ങനെ അപ്പുറത്ത് എത്തിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹോട്ടലിൽ നല്ല ബിരിയാണിയും ചിക്കനും പപ്പടവും ഉണ്ടായിരുന്നു. വെളിയിലുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമായിരുന്നു. എന്നാലും നേരെ ഞങ്ങൾ വേറൊരു ബീച്ചിലോട്ട് പോയി. ഈ ഒരു ബീച്ച് ഒരു ഡേഞ്ചർ സോൺ ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങിയിട്ട് കുളിക്കാനോ കാല് നനയ്ക്കാനോ ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഒന്ന് കാണാൻ വേണ്ടി മാത്രം പറ്റി. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. ഇതിൽ തിരമാല നല്ല ഹൈറ്റിക്ക് തന്നെ അടിച്ച് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇത് ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത്. എന്നാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളൊരു സമയം ഒരു 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് ഒക്കെയാണ് ഞങ്ങളിവിടെ പോയത്. സോ നല്ല ടൈമിൽ തന്നെയായിരുന്നു പോയത്. ഈ പോകുന്ന വഴിക്ക് ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ഇത് മനുഷ്യനാണ്, പക്ഷേ മനുഷ്യനാണെന്ന് തോന്നിക്കില്ല, നമ്മളെ പേടിപ്പിച്ചാളേ. എന്നിട്ടായിരുന്നു ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങൾ വേറൊരു ബീച്ച്. ഇവിടെ ഡേഞ്ചർ സോണൊന്നുമില്ല. ഇവിടെ നമുക്ക് കാല് നനയ്ക്കാം, കുളിക്കാം. എത്ര ജനം ഉണ്ടായിരുന്നു എന്നറിയോ. ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് സൺസെറ്റ് കണ്ടിട്ടായിരുന്നു പോയത്. എന്നിട്ടൊരു മുട്ട ബജിയും കൂടി കഴിച്ചു. അപ്പം മുട്ട ബജി കഴിച്ചിട്ട് ഞങ്ങൾ രാത്രിക്ക് ഒരു ചെറിയ ലൈറ്റായിട്ട് ദോശയും പിന്നെ സാമ്പാറും ചട്നിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. അതും കൂടി കഴിച്ചിട്ട് നേരെ വണ്ടിയിൽ കയറിയിട്ട് പിന്നെ എന്താ ഉണ്ടായത്,
ഒരേ ഡാൻസും പാട്ടും ഞങ്ങൾ നല്ല വൈബായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കുറേ ഡാൻസ് കളിച്ചപ്പോൾ തന്നെ മതിയായി. എന്നിട്ട് ഞാനില്ലേ അങ്ങനെ മുതുക് പോത്ത് പോലെ കിടന്ന് ഉറങ്ങി ഗൈസ്. എത്ര നേരം എനിക്ക് ഓർമ്മയില്ല, 1-2 മണിക്കൂർ ബാക്ക് സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. സോ ബാക്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത്, കസിൻസ് ഫ്രണ്ടിലാണ്. സോ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എണിച്ച് നോക്കുമ്പോൾ വീടെത്താറായി. എന്നിട്ട് പിന്നെ വീടെത്തിയിട്ട് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പിന്നെയും ഉറങ്ങി. എന്നിട്ട് പിന്നെ ഞാൻ രാവിലെയാണ് കണി കണ്ടത്. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.